എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അയ്യൻ ഇൻ അറേബ്യ ഇതൊരു പുതിയ ജോണറൊന്നുമല്ല കേട്ടോ. ഒരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റ് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ സിനിമ പ്രാവർത്തികമായത് എനിക്ക് സംഭവിച്ചത് എൻ്റെ പ്രിയങ്കരനായ പ്രൊഡ്യൂസർ ശ്രീ വിഘ്നേഷ് വിജയകുമാർ ഉള്ളതുകൊണ്ടാണ്. സോ പ്ലീസ് ഗീവ് മി എ ബിഗ് അപ്ലോസ്. വിഘ്നേഷ് വെൽത്തൈ പ്രൊഡക്ഷൻസിൻ്റെ ഇപ്പോൾ വെൽത്തൈ സിനിമാസിൻ്റെ പേര് കൂടുതൽ നല്ല സിനിമകൾ എടുക്കാൻ വേണ്ടി വന്ന കലാഹൃദയമായ ഹൃദയമുള്ളൊരു നിർമ്മാതാവാണ്. സ്വാഭാവികമായിട്ടും അയ്യൻ ഇൻ അറേബ്യ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാളെ ഇതുവരെ ചെയ്തിരിക്കുന്ന എൻ്റെ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഹ്യൂമറസായി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അയ്യറിനെക്കാരും എൻ്റെ മുന്നിൽ വന്നത് ആദ്യം വന്നത് അതിലെ ജാൻസി റാണി. എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് തീരെ എന്ന് ഞാൻ എപ്പോഴും പറയുന്നു. മലയാളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രി, എൻ്റെ ഒരു സഹോദരിയെ പോലെ എപ്പോഴും എൻ്റെ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉർവശി ചേച്ചി. ആ ഉർവശി ചേച്ചി തന്നെയാണ് ഇന്ന് ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റും. മറ്റൊരു സിനിമയുടെ ചേച്ചിയുടെ തന്നെ ഹസ്ബൻഡ് പ്രിയങ്കരനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് പകുതിക്കിട്ടേച്ച് ഈ പടത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാം കാണാൻ വേണ്ടി വന്ന ഉർവശിയോടെ ഹൃദയം നന്ദിയുണ്ട്. ഞാൻ ദുർഗയോടും അതോടൊപ്പം തന്നെ മറ്റു ചെറുപ്പക്കാരായ പുതിയ തലമുറയിലുള്ള കുട്ടികളോട് പറയാറുണ്ട്, അഭിനയത്തിൻ്റെ പാഠപുസ്തകം നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉർവശി അഭിനയിച്ച സിനിമകൾ കണ്ടാൽ മതി. അതുതന്നെയല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഞാൻ എൻ്റെ മാത്രമായിട്ട് അഭിപ്രായം പറയുന്നതല്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, 1-2-3 സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഉർവശി ചേച്ചിയുടെ പെർഫോമൻസ് ഞാൻ അവരെ എടുത്ത് കാണിക്കാറുണ്ട്. ഞാൻ ദുർഗയുടെ വരെ പറഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടു നോക്കും. എങ്ങനെ സറ്റിലായിട്ട് ബിഹേവ് ചെയ്യാമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ കാണിച്ചതെന്നൊരു അനുഗ്രഹീത നടിയാണ് ഉർവശി ചേച്ചി. ഇന്ന് ഈ തിരക്കുകളിൽ വന്നതിന് ഞാൻ എൻ്റെ നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവരും, എൻ്റെ നിർമ്മാതാവ്, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എൻ്റെ പ്രിയങ്കരനായ ശിവജിയണ്ണൻ ഉൾപ്പെടെ ഈ സിനിമയിൽ എന്തുകൊണ്ട് തിരുവനന്തപുരമേ എന്ന് പറഞ്ഞാൽ ഈ നഗരത്തോട്, ഈ പത്മനാഭൻ്റെ മണ്ണിനോട്, ഈ അനന്തപുരിയോട് അഭേദ്യമായ ഒരു സ്നേഹം എനിക്കുണ്ട്. അത്രമേൽ ഇഷ്ടമാണ് ഈ നഗരത്തിനോട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഐക്കോൺസൊക്കെ വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരമേ എന്നൊരു പാട്ട് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അതുപോലൊരു പാട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ എൻ്റെ നിർമ്മാതാവ് വിഘ്നേഷ് വിജയകുമാറും, അദ്ദേഹം വലിയൊരു ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ്. ഗുരുവായൂരപ്പൻ്റെ താറ് വാങ്ങിയ ആളാണ് ശ്രീ വിഘ്നേഷ് വിജയകുമാർ. അദ്ദേഹം പറഞ്ഞു, അനന്തപത്മനാഭൻ്റെ നാട്ടിൽ ഈ പാട്ട് നമുക്ക് വെക്കാം, സിനിമയിൽ വെക്കാം. ഏറ്റവും മനോഹരമായ രീതിയിൽ ആനന്ദ് മധുസൂദനൻ മ്യൂസിക് ഡയറക്ടർ അത് ചിട്ടപ്പെടുത്തി. റഫീഖ് അഹമ്മദാണ് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. 2 പുതിയ ഗായികമാരെ, കാർത്തിക നായർ ആൻഡ് ഭീമ ബഷീർ ഈ പാട്ടിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മിഥുൻ ജയരാജൻ കൂടെ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർഷ ഹരിദാസിൻ്റെ ഒരു സാന്നിധ്യം ഈ പാട്ടിലുണ്ട്. നല്ലൊരു ഗായികയാണ് തീർച്ചയായിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയിലും എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന താരങ്ങളാണ് ഈ സിനിമയിലുള്ള താരങ്ങളും ടെക്നീഷ്യൻസ്. ഉമാ നായരുടെ പേര് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രമേൽ ഈ പടത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ ഒരു സ്വന്തം ഫ്രണ്ടാണ് ഉമാ നായർ. ഉമാ നായർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഡയാന, ഫോൺ എടുക്കത്തില്ലെങ്കിലും ഡയാന, പിന്നെ ദുർഗ കൃഷ്ണ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കൂടെ വന്ന് ഈ ടീമിൽ വന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. വളരെ മനോഹരമായി ഇതിനകത്ത് സെഹ്റാന്നുള്ള കഥാപാത്രം ചെയ്തിരിക്കുന്നു. അലൻസിയർ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിലെ എണ്ണം പറഞ്ഞ നടനാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് എൻ്റെ ഒരു അനുജനോ, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു, വേണമെങ്കിലല്ല ആൾ പറയാവുന്ന എൻ്റെ പ്രിയങ്കരനായ ഷൈൻ ടോം ചാക്കയുണ്ട്. എൻ്റെ അടുത്ത പടത്തിലെ നായകൻ ഷൈൻ ടോം ചാക്കയാണ്. ഷൈൻ ടോം ചാക്കയുടെ മമ്മി ഇവിടെ വന്നിട്ടുണ്ട്. ബിന്ദു പ്രദീപ് ആദ്യമായിട്ട് എൻ്റെ സിനിമ കഴിക്കുന്നു. ജയകുമാറണ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തട്ടിയും മുട്ടിയും എന്നുള്ള ഇതിലൂടെ വന്ന ആളാണ് ജയകുമാറണ്ണൻ. ജയകുമാറണ്ണനോടുണ്ട്. നിങ്ങളുണ്ടല്ലോ, നിങ്ങളില്ലാതെ എന്തൊരു ആഘോഷം. തീർച്ചയായിട്ടും ഈ ഇത്രയും നേരം ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല. എന്നേക്കാളും കൂടുതൽ സംസാരിക്കാൻ നിങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എങ്കിലും സജ്ന നജാം എന്ന കോറിയോഗ്രാഫർ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വന്തം കോറിയോഗ്രാഫറാണ്. ഏറ്റവും മനോഹരമായ
നന്നായി ചുവടുവെച്ചു. ഒരുപാട് പേര് അതിനകത്ത് നൃത്തം ചെയ്തിരുന്നു. നമ്മളെ വിളിച്ചില്ല എന്നുള്ളത് വേറെ സോങ്ങാണല്ലോ. എങ്കിലും വളരെ സന്തോഷം. ഊർവശേച്ചിക്ക് തിരിച്ചു പോകേണ്ട കാര്യമുണ്ട്. കാരണം ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം വന്നാണ്. ഒരുപാട് പേരെ ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണം. ഇവിടെ കൂടിയിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ, സുധീഷായാലും അരവിന്ദ് ശശിയാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, എൻ്റെ കൂടെ പഠിച്ച മാത്യു ഉൾപ്പെടെയുള്ള, പ്രദീപ് ഉൾപ്പെടെ, ഫിൻ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മാവൻ അഡ്വക്കേറ്റ് ഷാഫി, നിയാസ്, എല്ലാവരും, KC സതീഷ്, എല്ലാവരും. എനിക്ക് ഒരേ സാബു ഇതിനകത്ത് നന്നായിട്ട് നൃത്തം വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം തൊട്ട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.